കമലിന് എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയെ കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാത്ത പ്രായം അറിയില്ല, പേരറിയില്ല, നാടറിയില്ല, ഊരറിയില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു കുട്ടിയെക്കുറിച്ച് പട്ടൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു പരാതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതിനും ഒരു കമൻറ്റ് കൊടുത്തതിന് എൻ്റെ പേര് പോക്സോ കേസ്. അതുകൊണ്ടാണ് ഈ കമലിനോട് തീരാത്ത പകയുള്ളത്. കാരണം ഇയാളെപ്പോലൊരു ബോറൻ കലാകാരൻ എന്നാണ് പറഞ്ഞത്, വലിയ ജുബയും നല്ല സിനിമകളൊക്കെ. പക്ഷേ ഇവൻ്റെ മനസ്സെന്ന് പറഞ്ഞത് കുഷ്ഠരോഗം ബാധിച്ച മനസ്സാണ്. അപ്പോൾ ആരെങ്കിലും വിചാരിച്ച 1 ലക്ഷം 2 ലക്ഷം പറ്റിച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ ഇപ്പം ഭർത്താവിൻ്റെ വസ്തു വിറ്റ കോടികൾ കയ്യിരിക്കുകയാണ്, അതിൽ നിന്നൊരു 5 ലക്ഷം ഇവനെ തട്ടാൻ വേണ്ടി ചെയ്യാനെന്ന് പറഞ്ഞൊരു ഗുണ്ടയ്ക്ക് കൊടുക്കാനൊരു മടിയില്ലാത്ത സ്ത്രീയാണ്. എന്തും ചെയ്യും. കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി 6 പേര് കോൺഗ്രസിൽ 5 പേര് കൂടോത്രം ചെയ്ത പേര് സതീശൻ ആവാതിരിക്കെ. അയാളാണ് ഇവിടുത്തെ സാംസ്കാരിക നായകൻ. മനസ്സിലായോ? അണ്ടറിലെ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നവനാണ്. കയ്യിരിപ്പതാണ്. പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ ഒരു അക്കാഡമി ചെയർമാനായിരിക്കുന്ന 5 വർഷം അയാൾ ഇങ്ങനെ പെൺപിള്ളേരെ കൊണ്ടുവന്ന് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്തുവെങ്കിൽ അയാളെ ഈ പാർട്ടി കൊണ്ടു കിടക്കാമോ? ശ്രീകണ്ഠൻ നായർ തെക്കോട്ട് പോകുമ്പോൾ വടക്കോട്ട് പോകും. ശ്രീകണ്ഠൻ നായർ വള്ളത്തിൽ കയറുമ്പോൾ ഇവൻ കുതിരയിൽ കയറും. ഈ 2 ചാനലുകളും കൂടെ കിടന്ന് മത്സരിക്കുക. റേറ്റിംഗിൽ ഒന്നാമത് വരാൻ വലിയ കോടിളക്കത്തോടു കൂടി വന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നമ്മുടെ 1,80,00,000 രൂപ പോയി കിട്ടി. 2 കോടി 1,80,000 അല്ല, ഒന്നാവട്ടെ. എന്തുകൊണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ലേട്ടാ, ഈ പറയുന്ന അവിടെ കുറേ പേര് വെളിപ്പെടുത്തലുകളുമായിട്ട് വന്നല്ലോ. ജയസൂര്യ അവിടെ വെച്ച് പിടിച്ചു, മറ്റേ ആൾ ഇവിടെ വെച്ച് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മുകേഷ് കടം ചോദിച്ചിട്ട് പണം കൊടുത്തില്ല. കേരളത്തിൽ എല്ലാവരും പിടിച്ചു. എല്ലാവരും പിടിച്ചു. അവർക്ക് ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്ക് പിന്നെ എത്ര കുടുംബങ്ങളെയാണ് അവർ തകർത്തത്? ഒരുപാട്. ഞാനൊരു ഹരൻ സാറിനെ പോലുള്ള ഹരിഹരൻ സാറിനെ പോലുള്ളവരൊക്കെ താറടിച്ചു. അല്ല, ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ ഉന്നതനായിട്ടുള്ള ഒരു നേതാവിനോട് ചോദിച്ചു, ഒരു BJPയുടെ നേതാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് എന്താണ് ഇതിനൊരു നടപടി എടുക്കാത്തത്? അത് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള മോളിൽ നിന്നുള്ള നിർദ്ദേശമാണ്, അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്. അതാണ് മാന്യത. പ്രതികരിക്കരുത്. കാരണം എന്താ പറയുക, ഈ കൊടുത്തിരിക്കുന്ന കൂട്ടങ്ങളെല്ലാം കള്ള റിപ്പോർട്ടാണ്. ഒരുത്തൻ 3 തവണ വന്ന് മൊഴി കൊടുത്തു. 3ാമത് തവണ വന്ന് അവൻ അഭിമാനത്തോടെ പറയാം, ഞാൻ ഹൈദരാബാദിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് വന്ന് മൊഴി കൊടുത്തു. എന്തിനെന്നറിയോ? അവനെതിരായി ആരൊക്കെ നിൽക്കുന്നോ അവരെയൊക്കെ പേരിൽ കൊടുക്കുകയാണ്. വ്യക്തിവരെയൊക്കെ തീർത്താണെന്ന് ഇത് മുഴുവൻ. ഒരു പെണ്ണ് നിങ്ങൾ ആലോചിച്ച് നോക്കും, മസ്കറ്റ് ഹോട്ടലിൽ ചെന്ന് ഒരു നടൻ താമസിക്കുന്ന റൂമിൽ കയറി ചെല്ലും. അല്ല, അത് അച്ഛനും അമ്മയാണ് കൊണ്ടുവിട്ട് കൊടുത്തത്. അല്ല, അച്ഛനും അമ്മയും കൂട്ടുകാരും താഴെ ഇരുത്തിയിട്ട് ഈ പെണ്ണ് ഒറ്റയ്ക്ക് പോകുന്നു. എന്തിനാ ഒറ്റയ്ക്ക് പോയേ? അവിടെ ചെല്ലുമ്പോൾ അവൻ ചാളയും മീനും ഒക്കെ ചോറൊക്കെ വാങ്ങിച്ച് വെച്ച് തിന്നോണ്ടിരിക്കുന്നു. അല്ല, അതിനെ മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നു എന്തൊക്കെ തിന്നണമെന്ന്. കാരണം 5 വർഷം കഴിഞ്ഞ് അവനെ പൂട്ടാനുള്ളതല്ലേ. അല്ല, അത് ജഡ്ജി തന്നെ പറഞ്ഞല്ലോ. ജഡ്ജി അതിനെ പരാമർശിച്ചു. അത് ഞാൻ പറയുന്നത്, കോടതി പോലും ഇല്ലായിരുന്നെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. എന്നിട്ട് അവൾ ഇറങ്ങി വന്നപ്പോൾ അവളെ എന്തെങ്കിലും തരത്തിൽ പീഡിപ്പിച്ചെങ്കിൽ തൊട്ടപ്പുറത്തല്ലേ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് 3 മിനിറ്റ് നടന്നാൽ പോരെ. അവൾ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അവൻ മറുപടി ഇടുന്നു, ഞാൻ അങ്ങനത്തെ അത്തരക്കാരനല്ലേ, നിന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. അവിടെ കൊണ്ടുവന്ന് അവൾ ഈ മൊഴി കൊടുക്കുന്നു. പിന്നെ അവനെ ഓടിച്ചിട്ട് പിടിക്കുന്നു. അവൻ പോയിടത്തൊക്കെ പുല്ലൂർക്ക് ഒന്നാം ലോക നക്കിയാണ്. അവൻ്റെ എത്ര ലക്ഷം പോയി എന്നറിയിച്ചു. ഇതിങ്ങനെ വ്യക്തിഹത്യ തീർക്കുകയാണെന്നേ. ഞാൻ സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരും കൊണ്ടുവന്ന് ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ പേരുണ്ടാവും എന്നാണ് വിചാരിച്ചത്. കാരണം ഈ തിരുവനന്തപുരത്തെ മറ്റേ കൂതറ സ്ത്രീ വിചാരിച്ച പോരെ, ഒരു പെണ്ണിനെ ഇറക്കിയിട്ടേ എൻ്റെ പേര് കേസായി. നമ്മൾ കിടന്നു. ഇപ്പം ഞാൻ ഒരു പോക്സോ കേസിലെ പ്രതിയല്ലേ, കമൽ ചെയ്ത വേറെ. കമലിന് എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയെ കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാത്ത പ്രായം അറിയില്ല, പേരറിയില്ല, നാടറിയില്ല, ഊരറിയില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു കുട്ടിയെക്കുറിച്ച് പട്ടൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു പരാതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതിനും ഒരു കമൻറ്റ് കൊടുത്തതിന് എൻ്റെ പേര് പോക്സോ കേസ് എടുപ്പിച്ചു. അപ്പോൾ ഇത്തരം കമലുമാരാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാർ. യുവമാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ത് സപ്പോർട്ടും കിട്ടും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടക്കം. എൻ്റെ പേര് പോക്സോ കേസിട്ടല്ലേ കേസെടുത്തത്. എൻ്റെ മൊഴി കൊടുക്കാൻ ചെന്ന പട്ടൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ CA എന്നോട് പറഞ്ഞത്, സാറേ ഇത് 100% നിങ്ങളെ ട്രാപ്പിലാക്കാൻ ചെയ്തതാണ്, ഞാനത് എന്താണെന്ന് വെച്ചാൽ എഴുതി വിട്ടേക്കാം പറഞ്ഞു. അവ എഴുതി വിട്ട് എന്തിനാ പോക്സോ ആയിട്ട് കേസെടുക്കാൻ? അല്ല, അവർക്ക് നിർദ്ദേശമുണ്ട്, ചെയ്യാൻ പറ്റാത്ത ആ അവസ്ഥയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണ് വിചാരിച്ചാൽ, പെണ്ണൊരുമ്പെട്ടാൽ എന്നുള്ളൊരു സിനിമ വന്നിട്ടുണ്ട് പണ്ട്, പെണ്ണൊരുമ്പെട്ടാൽ. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു പെണ്ണൊരുമ്പെട്ടാൽ ഈ പിണറായി വിജയൻ അവരെ ചട്ടിയിലാക്കും. അല്ല, അത് അവിടെ മാത്രമല്ലെന്നേ, നമ്മൾ കുടുംബ കോടതിയിൽ പോയി കഴിഞ്ഞാൽ പോലും, കുടുംബ കോടതിയിൽ പോലും ഇത് തന്നെയാണ് പ്രശ്നം. ഞാൻ 11 വർഷമായിട്ട് കേസ്, ഈ ജൂലൈ 27-ാം തീയതി 11 വർഷം ഒന്ന് ആലോചിച്ചു. ഒരു പുരുഷായുസിൻ്റെ 11 വർഷം. നിങ്ങൾ 11 വർഷം കാശൊക്കെ പോട്ടെ, മാനസികമായി നിങ്ങളെ തകർക്കുന്നത്. മാനസികമായിട്ടുള്ള അല്ല, എനിക്ക് നന്ദിയുള്ളൂ. എന്താണെന്നറിയാമോ, മാനസികമായിട്ട് തകർന്നു പോയൊരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മറ്റേ കാര്യരിമ്പിൻ്റെ കാര്യത്തോടുകൂടി തിരിച്ചു വരാൻ പറ്റി. അതിനവരോട് നന്ദിയുണ്ട്. പക്ഷേ ഇപ്പോഴും എന്താണെന്നറിയോ, 11 വർഷം, ഈ ജൂലൈ 27-ാം ഈ 11 വർഷം ഞാൻ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഈ 11 വർഷത്തെ പുരുഷായുസ് ഒരു വിലയില്ല. എന്ന് മാത്രമല്ല,
എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പോക്സോ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്ന ആ ജഡ്ജിയുടെ ഒരു നോട്ടമല്ല, അയാൾ നോക്കൂല. നമ്മൾ കൂട്ടിക്കയറി നിന്ന് തൊഴുതാൽ പോലും അയാൾ നോക്കുകയൊന്നുമില്ല. അതായത് നികൃഷ്ട ജീവികളെ നമ്മളെ കാണും. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. കാരണം ജീവിതത്തിലൊരു പ്രിൻസിപ്പിൾ വേണം, ജീവിതത്തിൽ സത്യസന്ധത വേണം, അങ്ങനെ ജീവിക്കാവൂ എന്ന് വാശി പിടിക്കുന്ന ഞാൻ ഒരു പോക്സോ കേസിലെ കള്ളക്കേസിലെ പ്രതിയായിട്ട് പോയി ഒരു പെൺകുട്ടിയെ കൊണ്ട് ആലോചിച്ച് നോക്കി. ജഡ്ജി പോലും എന്നെ കാണുന്നത് ഒരു അധമനായിട്ടായിരിക്കും. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയാമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്, നമ്മൾ ഒരാളെയും ദ്രോഹിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ വഴിയെ നടന്നു പോയാൽ നമ്മളെ ആരെങ്കിലും ദ്രോഹിക്കാൻ വന്നാൽ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു തിരിച്ചടി അപ്പോൾ കിട്ടും, അവർക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ എഫക്റ്റ് 10 മടങ്ങ് 100 മടങ്ങ് അവർക്ക് കിട്ടും എന്നുള്ളതാണ്. അതെൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ്. എനിക്ക് തോന്നില്ലേ, അതുകൊണ്ട് ഞാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കമലിൻ്റെ വീട്ടിലുള്ള അവൻ്റെ മക്കളടക്കമുള്ളവർ അവനെ അനുഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാൻ ചിന്തിക്കാത്ത കാര്യത്തിൽ എൻ്റെ പേര് കേസ് കൊടുപ്പിക്കാന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ അങ്ങനെ ഒരു അതായത് അങ്ങനെ ജീവിച്ചു പോകുന്നതാണ്. അത് കാരണം ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ വിചാരിക്കും, ആ ദൈവമേ, എന്തായാലും എന്നെ ദ്രോഹിച്ച ആൾക്ക് ഇങ്ങനെ പറ്റിയല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവരെ അങ്ങ് മറന്നു കളയും. കാരണം ഞാൻ മറക്കില്ല. ഞാൻ മറക്കും. അത് ഞാൻ ജീവിതത്തിൽ പഠിച്ച അമ്മ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടനെ കണ്ട ദൂരെ എന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ കമൽ എന്നുള്ള പേര് കേട്ടാൽ പോലും ആ ഏരി ഞാൻ ജീവിതത്തിൽ പഠിച്ചതാണ്. പക്ഷേ ഞാൻ എന്നും എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തിട്ട് തിരുവനന്തപുരം സൈബർ പോലീസിലെ ഷിബു SP എന്ന് പറഞ്ഞ ഒരു ഗ്രേഡ് SI, അന്ന് CAയും SIയും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നിസ്സഹായരായിരുന്നു. ഇവനൊരു പക പോലെയാണ് എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയതും മാനസികമായിട്ട് എന്നെ വളരെയധികം പരാമർശങ്ങൾ നടത്തിയതും പിന്നെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ചെന്നിട്ട് വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞത്. ഞാനത് ദൈവത്തിനോട് എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, നീ കാണുന്നുണ്ടെങ്കിൽ ഇയാളുടെ പിൽക്കാലങ്ങൾക്ക് എനിക്ക് അതിനൊരു ഇതുമില്ല. പിൽക്കാലങ്ങൾക്ക് ഇയാൾ കരയണം. കാരണം മറ്റൊരാളിൻ്റെ ജീവിതം തകർത്താൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് അയാൾ അറിയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതിലിനിയിപ്പോൾ എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ദൈവത്തിനോടല്ലേ പറയണം. എനിക്ക് പുള്ളിയെ അല്ലാതെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോവുകയോ ഒന്നും വേണ്ട. അത് ചേട്ടൻ നോക്കിക്കോ. അതിന് എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാനും ജീവിച്ചിരിക്കും, അയാളും ജീവിച്ചിരിക്കുന്നു. ഞാൻ കരഞ്ഞു വന്ന്, മനസ്സിലായോ? പക്ഷേ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഗുണമേ ഉണ്ടായുള്ളൂ. എനിക്ക് ഒരു നഷ്ടം ഉണ്ടായില്ല. എൻ്റെ സാധനങ്ങൾ പോയിട്ടുണ്ടെങ്കിലും എന്നെ ഒരുപാട് ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന ആൾക്കാർ സഹായിച്ച് ഞാൻ തുടങ്ങി മുമ്പോട്ട്. അങ്ങനെയല്ല സുമേഷ്, ഇപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഈ കേസ് സ്റ്റേ ചെയ്യാൻ വേണ്ടി നടന്നില്ല, എഫ്ഐആർ ചെയ്തില്ല. ഞങ്ങളങ്ങനെ സുപ്രീം കോടതി പോയി. എത്ര ലക്ഷമൊന്നും ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതൊക്കെ എന്നെപ്പോലൊരു സാധാരണക്കാരൻ, അതായത് ആരെയും പറ്റിക്കാതെ വഞ്ചിക്കാതെ കാക്കന്മാരുടെ പിന്തുണയോടെ സിനിമ എടുക്കുന്ന കമലിനെ പോലെ അല്ല ഞാൻ. അതെ, കമൽ ഒരു ദിവസം ചുമ്മാ ഇരുന്നാൽ വെള്ളിയാഴ്ച ആകുമ്പോൾ ഗൾഫിൽ ഇരിക്കണമായിരിക്കും, അയ്യോ നമ്മളെ കമലിത് വെറുതെ ഇരിക്കുന്നു, ഒരു പടം എടുക്കാമെന്ന് പറഞ്ഞു 5 കോടി പോട്ടെ എന്നും പറഞ്ഞ് കൊണ്ട് കൊടുക്കുമല്ലോ. അതുപോലെ എനിക്കാരുമില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ ഇയാൾ ദ്രോഹിക്കുന്ന, അതും അങ്ങനെയൊക്കെ അക്കാഡമി ചെയർമാനായിരിക്കുന്ന ഒരാൾ പദവിയെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് വട്ടർഗാവ് പോലീസ് സ്റ്റേഷനിൽ ഒന്നൊരു പരാതിക്ക് കമൻറ്റ് പറഞ്ഞതിനാണ്. അല്ല, അത് പോട്ടെ, അയാൾ ഈ SFSൻ്റെ ഫ്ലാറ്റിലാണ് ആ സംഭവം വാർത്തയായിട്ട് വരുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് തൊട്ടടുത്താണ്. അവിടെ വന്നിട്ട് പോലും അത് ഇത്രയും ക്ലിയർ എവിഡൻസ് ഉണ്ടായിട്ടും അയാൾക്ക് ഒരു ദിവസം 1 മണിക്കൂർ അയാൾക്ക് ജനജീവിയിലെ അനിൽ നമ്പ്യാരോട് പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഞാൻ ഒതുക്കിയിരുന്നു. കാരണം അയാൾ 25-30 ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കി. അയാൾക്ക് പൈസ ഉണ്ടെന്നേ കണ്ടവനെ പറ്റിച്ച്. അത് ശരിയാണ്. കാരണം നമുക്കതില്ലല്ലോ. 19 ദിവസമാണ് എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. എനിക്കും സോറി. ആ 19 ദിവസം ജയിലിൽ കിടന്നപ്പോഴത്തേക്കും നമ്മൾ ചെയ്യാത്ത കുറ്റം നമുക്കറിയില്ലല്ലോ. ഇത് വാർത്ത ചെയ്യുന്ന ആരാണ്, അവരുടെ എന്ത് ജാതിയാണ്, എന്ത് മതമാണ്, എന്ത് രാഷ്ട്രീയമാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഒരു ചതിയിൽ കൂടെ അതിൽ പോയി. അതിനുശേഷം ഇപ്പോഴും കേസ് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് 19 ദിവസം ജയിലിൽ കിടന്നു. 19 ദിവസം ജയിലിൽ കിടന്നിട്ട് ഞങ്ങൾ പക്ഷേ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഒരിടത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 19 ദിവസം ജയിലിൽ കിടന്നു. ഞങ്ങളുടെ വീട്ടുകാർ തന്നെ വന്ന് പിന്നെ ഇറക്കി. അന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം നിന്നതാണ് നന്ദകുമാർ സാർ, ക്രൈം നന്ദകുമാർ സാറ്. മറുനാടൻ ഷാൻ സാർ എന്ന ഒളിവിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളൊക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്ന സമയത്ത് എല്ലാ മാസവും എല്ലാ ആഴ്ചയും ബുധനാഴ്ച എറണാകുളത്ത് പോയി ഒപ്പിടണം. ഒന്നാലോചിച്ച് നോക്കും. 4:15 ആകുമ്പോൾ ഞാനും സുരേഷൻ നമ്പൂതിരിയുടെ തിരുമേനിയും കൂടെ ഇവിടെ തുമ്പയല്ലേ വേളിയിൽ ചെല്ലും. അവിടെ ബുധനാഴ്ച ഒരു അമൃത്സർ എക്സ്പ്രസ് ഉണ്ട്. അതിൽ കയറി ഞങ്ങൾ എറണാകുളത്ത് ഇറങ്ങി അടുത്തൊരു ഓട്ടോറിക്ഷ വിളിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് ഒരു ഒപ്പിടാൻ വേണ്ടി മാത്രമാണ്. അത് ബെയിലുള്ളതാണ്, കണ്ടീഷൻ ബെയിലുള്ള. അപ്പോൾ അവിടെ ചെന്ന് ഒപ്പിട്ട് ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു 6 മാസക്കാലം. അപ്പോൾ ഒരു മാസം 4 തവണ പോകണം. അങ്ങനെ 6, 4, 24. എന്നിട്ട് കേസ് പറയാൻ വേണ്ടി ഇപ്പോഴും ഓരോ തവണയും കേസ് കഴിഞ്ഞ മാസം കേസുണ്ടായിരുന്നു. കേസ് പറയുമ്പോഴും വക്കീലിന് 1500 ഒരാൾ 1500 രൂപ, അങ്ങനെ 1500 ഞാൻ 1500 ഇട്ട് കൊടുക്കും. ഇനി മെയ് 5-ാം തീയതി മറ്റോ കേസ് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാനിപ്പോൾ
എന്നെ വിളിച്ചിരിക്കുകയാണ്. എന്തോ സൈബർ പോലീസ് സ്റ്റേഷൻ കിൻഫ്രയ്ക്ക് കിൻഫ്രയോ എന്തുകൊണ്ടല്ലോ കാക്കനാട് സൈബർ പോലീസ് സൈബർ പോലീസിൻ്റെ അവിടെ വിളിച്ചിരിക്കുക. സാന്ദ്ര തോമസ് കൊടുത്ത പരാതി ഇൻഫോ പാർക്കിൽ. എന്നോട്ട് എന്തൊരു ബന്ധമായിരുന്നു കുട്ടിയെന്നറിയാം. നല്ല ബന്ധമായിരുന്നു. അതെന്തിനാ അവളുടെ ഫോട്ടോ ദുരുപയോഗം ചെയ്തു. ഞാൻ ഒരു ദുരുപയോഗം ചെയ്തില്ല. അവളുടെ പബ്ലിക് ഡൊമൈനിൽ അവൾ ഇട്ടിരിക്കുന്ന ഫോട്ടോയിൽ നിന്ന് മാന്യമായ ഫോട്ടോയാണ് ഇട്ടത്. പക്ഷേ അവൾ പോലീസേഴ്സ് അസോസിയേഷനിൽ ഉണ്ടാക്കിയ ഇഷ്യൂവിൽ ആ കുട്ടിയുടെ പക്ഷം ഞാൻ നിന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടോ? കേസായി. ഞാനിപ്പോൾ ചൊവ്വാഴ്ച പോകണം എറണാകുളത്ത്. ഈ അസുഖബാധിതനായിരിക്കുമ്പോൾ ചൊവ്വാഴ്ച. എനിക്ക് ഒരു കേസ് വന്നിട്ടുണ്ട്. ആ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്ലിയർ എവിഡൻസ് ആയിട്ട് മലയാളത്തിലെ ഒരു നടി പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെയും അവർ ദുബായിൽ പലതവണ പോയിട്ട് വന്നതിൻ്റെയും വിഷ്വൽ എവിഡൻസ് ക്ലിയർ എവിഡൻസോട് കൂടിയാണ് വിട്ടത്. കുറച്ച് മാത്രമേ വിട്ടിട്ടുള്ളൂ. അത് പിന്നെ ഞാൻ പിൻവലിച്ചു. എന്ന് വെച്ചാൽ സൈബർ പോലീസ് തന്നെ വിളിച്ചു പറഞ്ഞു അത് ഇത് ഞാനും പിൻവലിച്ചിട്ട് ഇപ്പോൾ വീണ്ടും കേസ്. അപ്പോൾ അതൊരു കണക്കിന് നല്ലതാണ്. കാരണം കോടതി ചെല്ലുമ്പോൾ ഇതെല്ലാം നമുക്ക് കോടതി കൊടുക്കാമല്ലോ. ഇത് സുമേഷ്, എന്നെ എറണാകുളത്ത് നിന്നൊരു പയ്യനെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുള്ളൊരു പയ്യൻ ഒരു ദിവസം എന്നെ വിളിച്ചു. ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറ മോനെ, അല്ല നിങ്ങൾ എന്തിനാണ് അങ്ങളെ എന്നെപ്പറ്റി ഇങ്ങനെ അനാവശ്യം? സിനിമാ ഫീൽഡിലുള്ളതാണോ? നായകൻ. ഞാൻ കേട്ട് നിന്നെപ്പറ്റി എന്ത് അനാവശ്യം ഞാൻ പറഞ്ഞു. അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ലഹരി ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എൻ്റെ ലൈഫിനെ തുളച്ച് പറഞ്ഞു. ഞാൻ നിനക്ക് ലൈഫൊന്നും തുളഞ്ഞില്ല, ഇഷ്ടംപോലെ സിനിമയില്ലേ, നീ ഇപ്പം വളരെ മാന്യനായില്ലേ എന്ന് കേട്ടു. അങ്ങനല്ല, എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരണമെങ്കിൽ കേട്ടോണ്ട് അങ്കിൾ ഇങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ മോനെ, നീയും ഒരു ചെറുക്കനും 4 പെമ്പിളരും കൂടെ ഒരു മുറിക്കകത്തിരുന്ന് മാറി മാറി വലിക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ നിൻ്റെ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് ഞാനത് കൊടുക്കില്ല. നിനക്ക് തെളിവിനായിട്ട് വേണമെങ്കിൽ ഞാൻ അടുത്തൊരു എപ്പിസോഡ് അത് വെച്ച് ചെയ്യാം. ആ വീഡിയോ ഇട്ട് അവൻ ഫോൺ കെട്ടി കളഞ്ഞു. നമ്മൾ തെളിവില്ലാത്ത അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തിപരമായി ഒരാളിനെ ഒതുക്കാനായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. നമുക്ക് തെളിവില്ലാത്ത നമ്മുടെ ജീവിതം പോലെയല്ലേ മറ്റൊരാളുടെ. അത് ശത്രുവായിരുന്നാലും പക്ഷേ അങ്ങനെയല്ല കാണുന്നത്. അതാണ് പ്രശ്നം. നമ്മൾ ഒരിക്കലും ശത്രുവിനോട് പോലും അത് ചെയ്യാൻ പാടില്ല, നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. എനിക്ക് അതുകൊണ്ടാണ് ഈ കമലിനോട് തീരാത്ത പകയുള്ളത്. കാരണം ഇയാളെപ്പോലൊരു ബോറൻ കലാകാരൻ എന്നാണ് പറഞ്ഞത്, വലിയ ജുബയും നല്ല സിനിമകളൊക്കെ പക്ഷേ ഇവൻ്റെ മനസ്സെന്ന് പറഞ്ഞത് കുഷ്ഠരോഗം ബാധിച്ച മനസ്സാണ്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് എനിക്ക് പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ കൊണ്ട് അതിൻ്റെ പേരറിയില്ല, നാടറിയില്ല, ഒന്നും അറിയില്ല, അച്ഛൻ്റെ പേരറിയില്ല, ഈ ആമി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചോന്നറിയില്ല, ഒരു പെൺകുട്ടിയെ കൊണ്ട് പോക്സോ കേസല്ലേ കൊടുപ്പിച്ചിരിക്കുന്നത്. അല്ല, അവിടെ ഈ ഇത്തരം കേസുകൾ കൊടുക്കുന്ന പലരും ലക്ഷ്യമിടുന്നത് എന്തെന്നറിയാമോ? ഒരു കേസ് കൊടുത്തു, പോക്സോ കേസ്, ഉടനെ സമൂഹ മാധ്യമങ്ങളിലങ്ങ് നിറയാണ് ശാന്തിവിള ദിനേശിന്. അതിന് ഞാൻ തിരിച്ച് ഞാനല്ലേ എൻ്റെ എല്ലാ എപ്പിസോഡിലും ഞാൻ പറയില്ലേ ഞാൻ പോക്സോ കേസിലെ പ്രതിയാണ്. അല്ല, അങ്ങനെയല്ല, ഇവർ പ്രചരിപ്പിച്ച് മനസ്സിലാക്കേണ്ടത്. 80 വയസ്സായ അമ്മച്ചിയെ പീഡിപ്പിച്ച 20കാരനും 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച 80 വയസ്സുകാരനും അവിടെ വന്ന് തല കുരിച്ച് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഞാനും സുനിൽ മാത്യു പോയി നിൽക്കുന്നത് ഇങ്ങനെ. അതാണ് ഒന്ന് ഐ അയാളുടെ ചാനലിലാണ് ഞാൻ ബൈറ്റ് കൊടുത്തത്. പക്ഷെ ഞങ്ങൾ തല ഉയർത്തിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കേസ് വായിച്ച് വെച്ചിട്ട് ഇതിൽ ഈ പറയുന്നത് മനസ്സിലായോ എന്ന് കേട്ടപ്പോൾ ഈ സുനിലിൻ്റെ ശബ്ദം അറിയാമല്ലോ. സുനിൽ ജഡ്ജിയുടെ ചെവിക്കല്ല് പൊട്ടും പോലെ അതിലറിയാം പറഞ്ഞിരിക്കുന്ന ഒന്നും സത്യമല്ല, ഞങ്ങൾ ചെയ്തത് 100% നടന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ജഡ്ജിയോടെ രണ്ടുപേരും ഇങ്ങനെ നോക്കി. ഞാൻ അന്തം വിട്ടിരിക്കുക സുനിലിനെ നോക്കിയിട്ടാ, ഇത് കോടതിയല്ലേ ഇങ്ങനെയൊക്കെ പറയാം. സുനിലിന് പേടിയൊന്നുമില്ല, ഞങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കിടക്കുക. അതിലൊന്നും വരാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ എന്ത് വരാൻ? ആകെപ്പാടെ ഒരു പ്രയാസമേ ഉള്ളൂ, സിന്ധു ഒറ്റയ്ക്കായി പോകും. അതാണ് പ്രശ്നം. വെളിയിലായോണ്ടേ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതൊരു വിഷയം എന്നുള്ള കാര്യമൊന്നുമില്ല, അങ്ങനെയൊന്നും വരില്ല. അതാണ് ഈ കുറ്റം ചെയ്യുന്നവരെല്ലാം പുറത്ത് അർമാദിച്ച് കിടക്കുന്നു. ഈ അല്ലാതെ ജീവിക്കണമെന്ന് വിചാരിക്കുന്നവർക്കെല്ലാം പേടിയാണ്. നമുക്ക് എനിക്ക് ജീവിതം പേടിയാണ്. എന്നോട് എത്ര പേര് പറയുന്നു അറിയാം, രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്കെങ്ങും പോകരുത്, ഒരു വണ്ടി ഓടിച്ച് വരുമ്പോൾ പുറകിലോ മുന്നിലോ പോകുന്ന വണ്ടി ശ്രദ്ധിക്കണം. കാരണം ഈ കമലിനെയൊക്കെ പോലുള്ള കോടികൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മണി ഉള്ളവന്മാരാണെന്നേ നമ്മളെ ശത്രുക്കൾ. അല്ലെങ്കിൽ ഗുണ്ടകളുമായിട്ട് നടക്കുന്ന മഹതിയല്ലേ തിരുവനന്തപുരത്ത് എൻ്റെ പേര് കേസ് കൊടുത്തേക്കണേ. ഗുണ്ടകൾ കയ്യിലുള്ള ആളല്ലേ. അപ്പോൾ ആരെങ്കിലും വിചാരിച്ച 1 ലക്ഷം 2 ലക്ഷം പറ്റിച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ ഇപ്പം ഭർത്താവിൻ്റെ വസ്തു വിറ്റ കോടികൾ കയ്യിരിക്കുകയാണ്, അതിൽ നിന്നൊരു 5 ലക്ഷം എവനെ തട്ടാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞൊരു ഗുണ്ടയ്ക്ക് കൊടുക്കാനൊരു മടിയില്ലാത്ത സ്ത്രീയാണ്, എന്തും ചെയ്യും. അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണം. മനസ്സിലായോ? സിനിമ ഇൻഡസ്ട്രിയിൽ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. എല്ലാവരും ശത്രുക്കളാണ്, എല്ലാവരും. ഒരാളും നമ്മുടെ ആരാധകരായിട്ട് ആരുമില്ല. കാരണം എന്തറിയോ, ഈ ആഴ്ച മമ്മൂട്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അടുത്ത ആഴ്ച മമ്മൂട്ടിയെക്കുറിച്ച് മോശമാണ് പറയുന്നത്. മോശം പറയുന്നത്. ഈ ആഴ്ച സുരേഷ് ഗോപിയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അടുത്ത ആഴ്ച സുരേഷ് ഗോപിയെക്കുറിച്ച് മോശമാണ്. അപ്പോൾ ആരും കൂട്ടുകാരും ഇല്ല നമുക്ക്. അല്ല, ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ആളിനെയൊന്നും പറയില്ല, സൂചനയും തരുന്നില്ല. പലരും അതായത് കേരളം അറിയപ്പെടുന്ന ഈ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ ഒരു കൂടോത്രം ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് പോയ കാര്യം, ഒരു കാര്യം ഞാനിത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട്.
എന്തിന് ഈ കൂടോത്രമൊക്കെ അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. കൂടോത്രമൊക്കെ നടക്കണമെങ്കിൽ പിണറായി വിജയൻ എന്ന് അതെ അതെ അല്ല അല്ല ഞാൻ ആലോചിക്കുന്നത് അവരൊക്കെയാണ് വന്നിരുന്നിട്ട് അന്ധവിശ്വാസം, ഞാൻ ചിരിച്ചു പോയി കേട്ടോ, അന്ധവിശ്വാസത്തിനെ കുറിച്ചും ഫെമിനിസ്റ്റിനെ കുറിച്ചൊക്കെ. അതെന്താണ് അങ്ങനെയാണത്, അത് സ്ത്രീകൾക്കെതിരെ ഒരുത്തനും ശബ്ദം പൊങ്കിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവളുമാരാണ് അവിടെ പോയിട്ട് കൃത്യമായിട്ട് പോയിട്ട് ഇത്തരം കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി 6 പേര് കോൺഗ്രസിൽ 5 പേര് കൂടോത്രം ചെയ്താൽ പേര് സതീശൻ ആവാതിരിക്കേ. അല്ല സതീശ് ആവാതിരിക്കണേക്കാൾ നല്ലത് പിണറായിയാണ്. കാരണം രണ്ടും ഒന്നും ഇല്ലല്ലോ, പാർട്ടി വ്യത്യാസമേ ഉള്ളൂ. അതൊന്നുമല്ല, അങ്ങനല്ലേ പറഞ്ഞേ. സതീശൻ ഒന്ന് മാറി കിട്ടിയാൽ എനിക്കാവാമെന്ന് വിചാരിക്കുന്നു. അല്ല അതിപ്പോ സതീശൻ, സുധാകരൻ, മുരളീധരൻ, കെ സി വേണുഗോപാൽ, തരൂര്, ചെന്നിത്തല, അങ്ങനെ 6 പേര് ഇടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചെന്നിത്തലയാണെങ്കിൽ ദൈവത്തിൻ്റെ ആളുമാണ്. അല്ല മറ്റൊരു കാര്യമുണ്ട്, അതിൽ ഈ ചെന്നിത്തല ആയി കഴിഞ്ഞാൽ ഈ 6 പേരിൽ ഭേദം ചെന്നിത്തലയും തരൂരുമാണ് ഭേദം. തരൂരിനെ കൊണ്ട് പറ്റില്ല. തരൂര് വേറൊരു കപടനാണ്. ചിലപ്പോ നമ്മളെ ഗഡ്കരിയെ പോലെയൊക്കെ ഇവിടെ കപടൻ മാത്രമാണ് തരൂര്. ഗഡ്കരിയെ പോലെ ചിലപ്പോൾ ഒരു പുതിയ ഒരു രീതി. അല്ല ഇത്രയും 4 തവണ ചേച്ചി രേഖം ചെയ്യാൻ പറ്റി. അല്ല ഒരു MP അല്ലേ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ട് ഒരു ഇവിടെ കണ്ട് ശീലിച്ച ഒരു മുഖ്യമന്ത്രിമാരിൽ നിന്ന് ഒരു വ്യത്യസ്തനാവാം. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ അതിൽ അപകടമില്ലാത്തത് മണ്ടത്തരം പറയുമെങ്കിലും ചെന്നിത്തലയാണ്. അല്ല ചെന്നിത്തലയുടെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചെന്നിത്തല പിന്നെ ഇപ്പോൾ ഒറിജിനൽ നായരുമാണ്. ഇപ്പോൾ മറ്റേ പോപ്പ് പ്രഖ്യാപിച്ച്. അല്ല അദ്ദേഹം ചെന്നിത്തല പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ, ആ സമയത്താണ് ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നത്. അത് കാരണം എത്ര ആൾക്കാരുടെ ജീവിതം രക്ഷപ്പെട്ടെന്നറിയാമോ? ഓപ്പറേഷൻ കുബേര പലിശക്കാരെ പൂട്ടാൻ വേണ്ടിയിട്ട്. പലിശക്കാരെ പൂട്ടാൻ കൊണ്ടുവന്ന അതേ രമേശ് ചെന്നിത്തല ആഭ്യന്തര ഉപമന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റെ പേരിൽ ആറ്റുകാലിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന ഒരു അലവലാതെ ഇരുത്തൻ എൻ്റെ പേര് കൊണ്ടുവന്ന് രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയിച്ച് എൻ്റെ പേരിൽ കേസടിച്ച് പൈസ വാങ്ങിച്ചിട്ട് കള്ള കേസ്. ഭാഗ്യത്തിന് ഞാൻ 500 രൂപ പത്രത്തിൽ എഴുതി. ഇപ്പോൾ എത്ര കേസുണ്ട്? ആ കേസൊന്നും കോടതി എത്തിയില്ല. സിനിമ കേസ്, നമ്മുടെ ചാനൽ കേസ് ഒരുപാടുണ്ട്. പിന്നെ ഈ കമൽ കൊടുത്ത 2 കേസ്, ഡബിങ് ആർട്ടിസ്റ്റ് കൊടുത്ത കേസ്, സാന്ദ്ര കൊടുത്ത കേസ്, പിന്നെ ആര് ഇനിയുണ്ട് ADGP സന്ധി കൊടുത്ത കേസ്, പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ ഇടപെട്ടു. കാരണം ഇവർ കള്ളക്കളി കളിച്ചപ്പോൾ അതിൽ ഇടപെട്ടതാണ് പ്രശ്നം. ഇങ്ങനത്തെ ഒരുപാടുണ്ട്. അതൊരു വഴിയേ പോകും. അതിലൊന്നും എനിക്ക് നിരാശയൊന്നുമില്ല. എനിക്ക് ഈ പോക്സോ കേസ് മാത്രമേ ജീവിതത്തിൽ സത്യസന്ധത വേണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കൊണ്ട് 42 വർഷത്തെ സിനിമാ ലൈഫിനിടയിൽ കണ്ണുകൊണ്ട് പോലും ഒരു സിനിമയിലെ ഒരു പെണ്ണിനോട് അപമര്യാദയായി പെരുമാറാത്ത എൻ്റെ പേരിൽ പോക്സോ കേസ് ഇടുക എന്ന് പറഞ്ഞല്ലേ. അല്ല അതിൽ കാര്യമേ ഇല്ല. പോക്സോ കേസിലൊന്നും ഒരു കാര്യം, പോക്സോ ഇപ്പോൾ ഒരു അതിൽ എത്രയോ പേര് അല്ലാത്ത രീതിയിൽ വരുന്നത്. പക്ഷേ ഇത് എന്തിനാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ് ആ കേസിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. 17 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയ ശാന്തിയുള്ള ദിനേശിനെതിരെ ഈ കമലിനെ പോലെ ഒരു തെമ്മാടി കൊണ്ടുവന്ന് ഒരു പെണ്ണുടിയം കൊണ്ടുവന്ന് കൊടുത്ത കേസിന് കമലിന് സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. മനസ്സിലായോ? എൻ്റെ പാർട്ടി ഭരിക്കുമ്പോഴാണ് ഈ കമൽ ഈ പോക്കൃത്തിന്, അതായത് അക്കാഡമി ചെയർമാനായിരിക്കുമ്പം കൊടുത്ത ഗസ്റ്റ് ഹൗസിൽ പെണ്ണിനെ കൊണ്ടൊന്ന് ദുരുപയോഗം ചെയ്തതിൻ്റെ കേസ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ കിടക്കുക. ഇപ്പോഴും അനങ്ങിയിട്ടില്ല. അതെ. ഇവിടെ സത്യസന്ധമായി കേസുകൾ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞ പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി, എൻ്റെ നേതാവ്. ആ പേപ്പർ അനങ്ങിയിട്ടില്ല വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ. അനിൽ നമ്പ്യാർ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊക്കെ ഞാൻ ഒതുക്കിയില്ലെന്ന്. അങ്ങനെ ഒരു പെണ്ണിനെ പീഡിപ്പിക്കാനും അവർക്ക് 10-25 ലക്ഷം കൊടുത്ത് ഒതുക്കാനും എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ പിന്നെ ഇവിടെ പോലീസും കോടതിയും വേണ്ടല്ലോ. അയാളാണ് ഇവിടുത്തെ സാംസ്കാരിക നായകൻ. മനസ്സിലായോ? അണ്ടറിലെ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നവനാണ്. കയ്യിരിപ്പതാണ്. പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ ഒരു അക്കാഡമി ചെയർമാനായിരിക്കുന്ന 5 വർഷം അയാൾ ഇങ്ങനെ പെൺപിള്ളേരെ കൊണ്ടുവന്ന് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്തുവെങ്കിൽ അയാളെ ഈ പാർട്ടി കൊണ്ടു നടക്കാമോ? എൻ്റെ പാർട്ടി കൊണ്ടു നടക്കാമെന്നാണ് ഞാൻ സുരേഷിനോട് ചോദിച്ചത്. അത് അങ്ങനെയുള്ളവരാണല്ലേ. എന്നിട്ട് ആ പാർട്ടിയുടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ RSSകാരനേക്കാൾ ജീവിതത്തിൽ സത്യസന്ധത വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, ഒരു കള്ളത്തരം ചെയ്യാൻ എത്ര പേരുണ്ടെന്നുള്ളതല്ല പ്രശ്നം. അങ്ങനെയുള്ളവനല്ല. RSSനേക്കാൾ സ്ട്രിക്റ്റ് പഴയ RSSനേക്കാൾ സ്ട്രിക്റ്റ് ആയിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് വിശ്വസിക്കുന്ന എൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസ് ഇടപെട്ടാണല്ലോ ഇപ്പോൾ ഈ പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഈ നാട്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കമലുമാരാണ്. നോക്കിയോ, UDF ഒരു കുഞ്ഞാപ്പ വീണ്ടും മന്ത്രിയാവുമെങ്കിൽ ഞാൻ അപ്പുറത്ത് ചാടും. അത് ഉറപ്പാണ്. കാരണം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിൻ്റെ നോമിനിയായിട്ട് അക്കാഡമി ഇരുന്ന മോനാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചലച്ചിത്ര അക്കാദമിയിലെ മുസ്ലിം ലീഗിൻ്റെ നോമിനി ആയിരുന്നു ആര്? കമൽ. അത് കഴിഞ്ഞ് ഇലക്ഷൻ വരുമ്പോൾ, പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ മലപ്പുറത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന ആളാണ്. അപ്പോഴാണ് മറ്റേ 2 3 എന്തോ അങ്ങനെ ആ സീറ്റ് കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ CPM ആയി. ഇപ്പോൾ CPM എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കമലാണ്. സിനിമയിൽ CPM എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോലും അതിൻ്റെ 7 അയലത്ത് വരില്ല. ഉണ്ണികൃഷ്ണനൊന്നും കമ്മ്യൂണിസ്റ്റ് അല്ല, ഇവനാണ് കമ്മ്യൂണിസ്റ്റ്. കാരണം പെണ്ണുപിടിയും എല്ലാ സദാചാര ലംഘനങ്ങളും നടത്തുന്ന കമലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ. എൻ്റെ നേതാവ് കൊണ്ടു നടക്കുന്ന നേതാവ് ഇവനാണ്. വേണമെങ്കിൽ ഇനിയും 5 വർഷം
ചെയർമാനാക്കും. ഈ പറഞ്ഞ ഈ നിങ്ങളുടെ ഈ ചാനൽ പ്രോഗ്രാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണുമെങ്കിൽ അടുത്ത 5 വർഷം അവൻ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നല്ല പെണ്ണുപിടിയല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരനല്ലേ അയാൾ. ദിനേശ് പോലും പറയുന്നു അണ്ടർവെയറിൽ വരെ അരിവാൾ ചുറ്റി കണ്ടെന്ന്. അവൻ മതി അങ്ങനെ പറയും. അല്ല, ഈ നമ്മുടെ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏകദേശ വശങ്ങളെല്ലാം ചേട്ടനറിയാം. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു നനഞ്ഞ പടക്കം വന്നിരുന്നു, പൊട്ടിയില്ല. പക്ഷേ മൊട്ട അരുണ്ട് ഒരു പടക്കം വന്നിരുന്നു. അത് അവൻ്റെ ബന്ധുവാണ് ആ കുട്ടി, അതുകൊണ്ട് ചെയ്തത്. കള്ള ക്രിയേറ്റ് ചെയ്തത് ന്യൂഡൽഹിയിൽ കൃഷ്ണമൂർത്തി. അല്ല, അവനൊക്കെ എന്തിനാ വെറുതെ വിട്ടേക്കുന്നത്? ഈ മൊട്ട അരുണിനെ പോലുള്ള ഒരു ബാറിൽ പോയി മദ്യം തരാൻ സമയം വൈകിയതിന് കാരണം ബാർ അടിച്ചു പൊട്ടിച്ച അവൻ്റെ ജാമ്യം നിഷേധിക്കണ്ടേ? പൾസറിൻ്റെ വേണം. എറണാകുളത്ത് ഒരു ബാർ അടിച്ചു പൊട്ടിച്ചു. ബാറല്ല, അത് ഒരു റെസ്റ്റോറൻറ്റ്. അതെ, റെസ്റ്റോറൻറ്റ് അടിച്ചു പൊട്ടിച്ചു, കേസില്ല. അവൻ പറയുകയാണ്, എടാ മണ്ടം പോലീസുകാരന്മാരെ, നീയൊക്കെ ഗോശ്രീ പാലത്തിൽ നിന്ന് ചാടി മറ്റേ ചെളിവെള്ളത്തിലൊക്കെ ചാടിയില്ലേ, ഫോണും സിമ്മും എൻ്റെ ഇരിപ്പുണ്ട് ഒറിജിനലെന്ന്. ഇപ്പോൾ 1 മാസം ആവാൻ പോകുന്നു. ഈ ആർജവമുള്ള മുഖ്യമന്ത്രിക്ക് അവനെ പൊക്കണമെന്ന് തോന്നില്ലേ? അപ്പോൾ പൾസർ സുനിമാരാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ആവില്ല. അതാണ്, അതായത് ദിലീപിൻ്റെ ജീവിതം എങ്ങനെയാണ്, കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നമ്മൾ പറയുന്നത്. ഞാനിതാ പറയുന്നു, കുറ്റക്കാരനല്ല ഒരു തരത്തിലും. പക്ഷേ ADGP സന്ധ്യ 5 ജന്മം ജനിച്ചാലും അവനെ കുറ്റവാളി അല്ല. ഈ പലതവണ ഈ വിചാരണ നീട്ടിവെക്കാനുള്ള സകല കളികളും കളിച്ച് അവസാന നിമിഷം കൊണ്ടുവന്ന് വീണ്ടും ഇത്തരത്തിലൊരു അതിനാണ്. അതായത് ഈ കേസ് ഇപ്പോൾ കേസ് ക്ലോസ് ചെയ്തല്ലോ, ഈ കളിയൊന്നും നടന്നില്ല. ഈ ദിലീപിന് എന്തോ ഇയാൾ അമിതമായി ദൈവങ്ങളെ വിളിക്കുന്ന ആളാണ്. ഞാൻ പലപ്പോഴും പറയണ്ട, അങ്ങേർക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്, നീ ഇങ്ങനെ നടന്ന് എപ്പോഴും വിളിക്കല്ലോ. പക്ഷെ അവൻ വിളിക്കുന്നത് ആരോ ഒരാൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥ ഒരു സ്ത്രീ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും ക്രിമിനലിസം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയെ അന്വേഷണ ഉദ്യോഗസ്ഥയാക്കി ശിഷ്യന്മാരായിട്ട് വെച്ചു കൊടുത്താൽ അതിനേക്കാളും ആലിബാബി 41 കള്ളന്മാരെന്ന് പറഞ്ഞ ബാച്ചുകൾ. അത് കഴിഞ്ഞ് കോടതിയിൽ വന്നു. കോടതി വന്നപ്പോൾ ഒരു വനിതാ ജഡ്ജ് എൻ്റെ കേസ് കേൾക്കണമെന്ന് പറഞ്ഞാൽ അവിടെയാണ് ദിലീപ് രക്ഷപ്പെട്ടത്. കാരണം ജീവിതത്തിൽ കൃത്യതയോടുകൂടി എന്താ പറയുക, തൻ്റെ ഔദ്യോഗിക ജീവിതം പാലിക്കുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ വന്നതുകൊണ്ട് മാത്രമാണ് ദിലീപിന് ആശ്വാസം കിട്ടാൻ സാധ്യത. അല്ലെങ്കിൽ യൗവനമെല്ലാം കൂടെ തൊലച്ചളഞ്ഞ. പക്ഷേ കൊടുക്കാൻ പറ്റില്ല. ഗതികേടാണ്, കേരളത്തിൻ്റെ ഗതികേടാണെന്നേ. ഒരു കമ്മലും മാലയൊന്നും ഇടാത്ത ഒരു സ്ത്രീയാണല്ലോ ഈ പെണ്ണിൻ്റെ വക്കീൽ. ചാനലിൽ മുഴുവൻ വന്നിരുന്നു പറയില്ലേ, ഞങ്ങൾ കേസ് തോക്കും കേട്ടോ, എന്നാലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കേസ് വാദിക്കുന്ന വക്കീൽ പറയാ തോക്കുമെന്ന് ഞങ്ങൾ. അത്ര വിശ്വാസമാണ്, നല്ല വിശ്വാസം. രാമപിള്ളേരെ മുമ്പ് അല്ലേ നിൽക്കുക, എവിടെ എന്തെടുക്കാനെന്ന്. അല്ല, അതിന് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ആരെങ്കിലും ഈ തരത്തിലുള്ള ഈ പരാതിയിൽ കള്ളസാക്ഷി പറഞ്ഞെന്നോ അങ്ങനെ എന്തെങ്കിലും പുറത്ത് വന്നാൽ പോലും അവരെ ഒന്നും ചെയ്യാനൊരു വിധിയില്ല. ഇപ്പം മെനഞ്ഞാന്ന് എനിക്ക് വളരെ വിഷമം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഹൈക്കോടതി ജഡ്ജി ബദറുദ്ദീൻ അദ്ദേഹം ഒരു വിധി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹമോചന സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവനാംശം വേണ്ടെന്നൊരു കരാർ ഉണ്ടാക്കിയാലും അത് നിലനിൽക്കുന്നതല്ല അല്ലാന്ന്. അങ്ങനെ പേരിൽ ഇപ്പോൾ എന്തോ ഒരു നടപടിയുണ്ട്. അയാളൊരു വിവാദ നായകനാണ് ബദറുദ്ദീൻ ഹൈക്കോടതി ജഡ്ജി. അല്ല, അപ്പോൾ അതായത് ഈ എന്തുകൊണ്ടാണ് ഈ റോഡിലൊക്കെ ഇട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചും പെട്രോൾ ഒഴിച്ച് കത്തിച്ചും? അല്ല, എനിക്ക് ബന്ധം നടത്തുമ്പോഴേ നിങ്ങൾ 10 ലക്ഷം തരണ്ട എന്ന് പറഞ്ഞാലും വാലിഡിറ്റി ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിന് സമ്മതമാണ്, വേണ്ട, അപ്പോൾ ഇല്ല നിങ്ങൾ വാങ്ങിച്ചാണ്ട് പോയാൽ മതി. അത് എന്തൊരു ന്യായം. അത് ഈ പല കാര്യങ്ങളിലും ഇപ്പോൾ റോഡിൽ ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നതിനെതിരെ നടപടി എടുക്കുന്നത് പോലെ ഞാൻ കേട്ടെ, റോഡിൽ ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നതിനെതിരെ വരെ ദേവൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ജഡ്ജി കാറിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബോർഡ് ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ പേര് കേസെടുക്കാൻ പറയും. ഞാൻ കേട്ടെ, ഈ പൾസർ എന്ന് പറഞ്ഞവനെ ഒരു ചാനൽ വിളിച്ചോണ്ടിരുത്തി ഒളി ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പൊട്ടന്മാരുടെ പറഞ്ഞാൽ അത് ഒളി ക്യാമറ എന്നിട്ട് ഷൂട്ട് ചെയ്ത് ഈ ജുഡീഷ്യറിക്കെതിരെ, അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായി നടികളെ തട്ടിക്കൊണ്ട് പോകാറുണ്ട്, ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കാറുണ്ട്, പക്ഷേ ഒന്നും ദിലീപിന് വേണ്ടിയല്ല, പക്ഷേ ഞാൻ ഈ കഥയൊക്കെ ദിലീപിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പരസ്യമായി പറയുന്ന ഈ ക്രിമിനലിനെ, അല്ലെങ്കിൽ ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും എൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ചെറുക്കനെ ഈ ജഡ്ജി എന്താ ഈ റോഡിലെ ഫ്ലെക്സ് കാണുന്ന ദേവരാമേന്ദ്രൻ കാണില്ലേ സ്വയം കേട്ടെടുക്കുക കേസെടുക്കാൻ? ഇതെന്ത് എല്ലാം വൺ വേ ആണെന്നേ, വൺ വേ ആണ്. അല്ല, യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യം പൂട്ടിക്കേണ്ടത് റിപ്പോർട്ടർ എന്ന് പറഞ്ഞൊരു ചാനലിനെയാണ്. കാരണം എന്ത് തരം അവരുടെ വാർത്തകൾ ശ്രദ്ധിച്ചറിയാം, വാർത്തകൾ അവർ ക്രിയേറ്റ് ചെയ്യാം. അല്ല, അത് കുഴപ്പമില്ല. എന്താ അറിയാം, ഇവിടെ എത്രയോ വാർത്ത കാണുമ്പോൾ നമുക്കറിയാമല്ലോ. അതായത് കോൺഗ്രസിന് വേണ്ടി ഒരു അവതാരക, ഒരു സ്ത്രീ ഉണ്ടല്ലോ, പരുത്തിക്കുറിയ സ്മൃതി പരുത്തിക്കാട്, അത് വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മൊട്ടാരുണു, മറ്റേ BJPക്ക് വേണ്ടി സുജയ പാർവതി, അപ്പുറത്ത് നിഷ്പക്ഷമായിട്ടും ഇടയ്ക്ക് കയറാനും ഉണ്ണി ബാലകൃഷ്ണൻ, പിന്നെ ഗണപതിക്ക് വെച്ച പോലെ മറ്റേ മുതലാളി, ഇത്രയും പേര് നിന്നാണ് ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം മൊട്ട പറയാൻ പോകണം, മൊട്ട കമ്മ്യൂണിസ്റ്റ് അനുഭവമാണ് പറയാൻ പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ചാനലിലേക്ക് പോകാം. അതൊരു സൗകര്യമാണ് സത്യം. അല്ലെങ്കിൽ സുജാ പാർവതി എൻ്റെ അമ്മോ ഈ കൊച്ചാ അടിച്ചപ്പുറത്ത് വന്നു. അപ്പോൾ ആ ചാനലിലേക്ക് അങ്ങനെ കണ്ടാൽ മതി. അതല്ല, അത് സമൂഹത്തിന് എന്തുമാത്രം ഒരു ദുഷിച്ച പ്രവണത ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഒരു പ്രവണതയില്ല. ഇപ്പം തന്നെ നിങ്ങൾ നോക്ക്, റിപ്പോർട്ടറും 24 കൂടെ ചെയ്യുന്ന വേല
മയക്കുമരുന്നിന് എന്ന് പറഞ്ഞ് അവബോധം ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് സ്പോൺസേഡ് പരിപാടിയാക്കിയിട്ട് ഓരോ ജില്ലയിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ക്ഷീണ്ട നായർ തെക്കോട്ട് പോകുമ്പോൾ വടക്കോട്ട് പോകും. ക്ഷീണ്ട നായർ വള്ളത്തിൽ കയറുമ്പോൾ ഇവൻ കുതിരയിൽ കയറും. ഈ 2 ചാനലുകളും കൂടെ കിടന്ന് മത്സരിക്കുക. റേറ്റിംഗിൽ ഒന്നാമത് വരാൻ ആ ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നിങ്ങളുടെ അതുകൊണ്ട് ഈ ഒന്നാമത് വരാൻ വേണ്ടി യവന്മാർ കസർത്ത് നടത്തുമ്പോൾ അത് കാണണ്ടാന്ന് വിചാരിച്ച് മാതൃഭൂമി വെച്ചപ്പോൾ പടയെ പേടിച്ച് പന്തളത്തിൽ നിന്നും പന്തളം പാലിൻ്റെ ഗാനമേളയെന്ന് പറഞ്ഞ പോലെ മാതൃഭൂമിയിലെ 3 ക്യാമറ നിൽക്കുകയാണ് ഇവിടെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ. നാണം ഉണ്ടോയെന്നാണ് ഞാൻ എവിടെയെങ്കിലും വെച്ച് ഷേംസ് കുമാറിനെ കാണുമ്പോൾ കേൾക്കും. നിങ്ങൾക്ക് നാണമില്ലേ? കാരണം മാതൃഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതലുള്ള പത്രമാണ്. അതിൻ്റെ 3 ചാനൽ 3 ക്യാമറയും 3 റിപ്പോർട്ടർമാരും ചെന്ന് നിൽക്കുകയാണ്. ഇതിൽ നിങ്ങൾക്കൊരു കോമഡിയോടെ പറഞ്ഞുതരാം. ഈ പൾസ് യവന്മാരൊക്കെ വിവരങ്ങളില്ലല്ലോ, പൊതുജ്ഞാന ഒന്നുമില്ല. യവൻ വന്നിറങ്ങി ആര്? ഷൈൻ ചാക്കോ വക്കീൽ അപ്പുറത്തൂടെ ഇറങ്ങി. ഷൈൻ ചാക്കയുടെ വേറെ ആളോടെ ഇറങ്ങി. ഇവിടെ യവന്മാരുടെ കമൻറ്റാണ്. ആ ഷൈൻ ചാക്കയും അച്ഛനും വക്കീലുമായിട്ട് ആ കാറിൽ വന്നിറങ്ങി. എനിക്ക് തലകുത്തിച്ചിരിക്കുന്നു. അച്ഛനല്ല. അപ്പോൾ ഇവരകത്ത് കയറി പോകുന്നു. ഈ അച്ഛനെന്ന് പറഞ്ഞാൽ മാറി നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് മാതൃഭൂമിക്കാരെ, നിങ്ങളാരാണ്? ഞാനാണെങ്കിൽ അപ്പോൾ ചെയ്യുന്നത്, നീ ആര്? അയാളുടെ അല്ല, ഞാനാ വന്ന വക്കീലിൻ്റെ സുഹൃത്താണ്. നിങ്ങൾ എവിടെ നിന്ന് കാറി കയറി? അല്ല അതിപ്പോൾ നിങ്ങളുടെ പറയേണ്ട കാര്യമില്ല. അല്ല അത് അറിയണമല്ലോ, നിങ്ങൾ എന്തിനു വന്നു എന്ന് നമുക്ക് അറിയണമല്ലോ. ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു ഫോൺ വന്നു ഭാഗ്യത്തിന്. ഈ ഫോൺ എടുത്തോണ്ട് അങ്ങോട്ട് പോയേ. രസം തരുന്നറിയാം, സൂര്യൻ കുരിശ്ശേരി എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട് കമൽ. സൂര്യൻ കുരിശ്ശേരി. ആ സൂര്യൻ കുരിശ്ശേരിയാണ് നിൽക്കുന്നത്. അവനെ ഷൈൻ ചാക്കോയെ അപ്പനാക്കി, പിന്നെ വക്കീലിൻ്റെ കൂട്ടുകാരനാക്കി. അല്ല യഥാർത്ഥത്തിൽ ഞാൻ ഉടൻ തന്നെ ഫോൺ എടുത്ത് വെച്ചേ സൂര്യൻ കുരിശ്ശേരി നമ്പർ ഉണ്ടോ നോക്കി ഓടിക്കോ എന്ന് പറയാൻ വിചാരിച്ചാൽ എൻ്റെ ഇല്ല. അല്ല പക്ഷേ ഒരു കാര്യം ചെയ്യേണ്ടത് ആദ്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? നിന്റെ തന്ത. അവിടെ തീരും. പിന്നെ ഇപ്പോൾ ഇന്നലെ മെനങ്ങാന്നോ ഹൻസിബ എന്നൊരു പെൺകുട്ടി, അവളെ പരുത്തിക്കാട് വിളിച്ചിട്ടേ എന്തോ ഈ ഷൈൻ ചാക്കോയുടെ കേസിൻ്റെ എന്തോ ഒരു കാര്യം കേട്ടോ പറഞ്ഞാൽ ഞങ്ങൾ സംഘടന തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞേ. അങ്ങനെ അല്ലല്ലോ, അങ്ങനെ അല്ലേ, നിന്റെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവള് കട്ട് ചെയ്ത് ഇവള് മറ്റേ പരുത്തിക്കാട് ആടി കൊണ്ടോലെ ഇരിക്കുന്നത്. ഇങ്ങനെ 10 പേര് പറഞ്ഞാൽ മതി. ഇന്നലെ തന്നെ ഒരു ചാനലിൽ നിന്ന് വിളിച്ചു. ഈ പറഞ്ഞ ചാനലിൽ ഒന്നെന്ന് വെച്ചു. വിളിച്ചിട ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചാനലിലെ ഒരു അവതാരകൻ്റെ പേര് ഞാൻ പറഞ്ഞു അവൻ ഈ ജഡ്ജിയെ പോലെ വിധിക്കുന്നവനാണ്. അവൻ്റെ ചാനലിലൊന്നും വന്ന് എൻ്റെ സമയങ്ങൾ കളഞ്ഞിരിക്കുകയില്ല സാർ. അയാളല്ല സാർ, അയാൾ മറ്റേ പിറക്കാൻ പോയിരിക്കുക, അത് മൈക്കും കൊണ്ട് ലഹരിക്കെതിരെ പോയിരിക്കുക, അതുകൊണ്ട് അവ ഇല്ല. പകരം ഒരു മാന്യനായ അവതാരകനാണേ. ഞാൻ പറഞ്ഞ് അത് ഓക്കെ, പക്ഷേ ഞാൻ വരില്ല. അതെന്തെന്ന് കേട്ടു. ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളെ ചാനലാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചാനലിൽ ജീവിതം മുഴുവൻ തമ്മാടിത്തരങ്ങൾ മാത്രം കാണിച്ചിട്ടുള്ളൊരു സിനിമാക്കാരൻ ഇതായിരുന്നു സംസാരിക്കുന്നത്. യവനല്ലേ വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് വരണോ? യവൻ്റെ കൂടെ ചർച്ചയ്ക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല, വരില്ല. ഞാൻ കേട്ടിയത് ഇവിടെ ഓരോരുത്തന്മാർ അങ്ങനെയല്ല, രാവിലെ എഴിച്ച് ഓരോ ചാനലും വിളിച്ച് ഇന്നേ സബ്ജക്റ്റ് ഷൈൻ ചാക്ക എന്നെ വിളിക്കുന്നേ. നാണം കെട്ടവന്മാരാണ് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ. എന്നോട് ഒരു ചാനലിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ രാവിലെ വിളിക്കും, ഇന്ന് സിനിമയെ പറ്റി വല്ലതും ആണോ? അതെ, മറ്റേ എന്താണ് വിഷയം? എന്നെ വിളിക്കുന്നേ. നമ്മളെ വിളിക്കുമ്പോൾ പോടാന്നാണ് നമ്മൾ ഗതികേടാണ്. അല്ല ഇത് ഈ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ മരമുറി കേസ് അന്വേഷിച്ചത് വി ബെന്നി എന്ന് പറയുന്ന നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിനെ പെണ്ണ് കേസിൽ കുരുക്കി. ഒരു സ്ത്രീയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് അദ്ദേഹത്തിനെ കുരുക്കി. കോടതി ദിവസം മുഴുവൻ അതായിരുന്നു. ഒരു ദിവസം മുഴുവൻ അതായിരുന്നു. വിനോദ് എന്ന് പറയുന്നൊരു പോലീസ് CI, പിന്നെ സുജിത് ദാസ്. ഈ സുജിത് ദാസൊക്കെ ഇതേപോലുള്ളതിനെ കിട്ടുള്ളൂ. ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരു സ്ത്രീ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു ഇപ്പോൾ വീണ്ടും. ഇതിനെയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. മടല് വെട്ടി ഈ ആൻറ്റോ അഗസ്റ്റിനെയൊക്കെ പോലുള്ളവനെ മടല് വെട്ടി അടിക്കണം. അതേപോലെ ഈ മൊട്ടാരുണിനെ ഇവനൊക്കെ ഈ ഡോക്ടർ എന്നാ പറയുന്നത്. ഇവൻ എന്ത് ഡോക്ടർ എനിക്കറിയില്ല. മാധ്യമപ്രവർത്തനം, അതായത് കേസരി ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം പത്രപ്രവർത്തന രംഗത്തെ ചങ്കൂറ്റുള്ള എന്നാണ് മൊട്ടയെ പറ്റി പലരും പറയുന്നത്. എന്തൊക്കെ കാണിക്കണം. 24 ഇരുന്നപ്പോഴും ഇതായിരുന്നു, ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും അല്ല. അതായത് നമ്മൾ പൊളിറ്റിക്കായിട്ട് സംസാരിക്കാൻ അറിയാം, പൊളൈറ്റായിട്ട് നന്നായിട്ട് സംസാരിക്കും. അല്ല അത് വെച്ച് നമ്മളെ പറ്റിക്കും. അങ്ങനെ സംസാരിക്കണം. ഇവിടെ നല്ല കഥാപ്രസംഗക്കാർ ഇഷ്ടം പോലെ ഒന്നും വേണ്ട. ഈ ജംഗ്ഷനിലൊക്കെ നിന്നിട്ട് മറ്റേ കോടയിൽ തൈലം വിൽക്കും, അവർ സംസാരിക്കുമല്ലോ നല്ല ഒഴുക്കോടുകൂടി. അപ്പോൾ അത് എന്തും വൃത്തികേടും പറയാമെന്നുള്ളൊരു പറഞ്ഞു ഫലിപ്പിക്കും. ഒട്ടും ഉളുപ്പില്ല എന്ന് പറയാൻ കാരണം 24 നിന്നിട്ട് മരമുറി ചാനലുകാരെ പറ്റി പറഞ്ഞിട്ട് അവന്മാരുടെ ചാനലിൽ വന്നിട്ട് ശമ്പളം വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവന് പോയി ചത്തൂടെ എന്നുള്ള കാര്യം. ലക്ഷങ്ങളല്ലേ കൊടുക്കണേ, വേർത്തെടുത്ത പൈസ അല്ലല്ലോ. ലക്ഷങ്ങൾ കിട്ടുമ്പോൾ ഇവരെല്ലാം പോവും. അപ്പുറത്ത് നിന്ന് തള്ളക്കി വിളിച്ചിട്ട് ഇപ്പുറത്ത് അവൻ്റെ കൂടെ ഇരിക്കും. എന്നാലും ആ പയ്യനെ എനിക്ക് ബഹുമാനമുണ്ട്. ഏതാണ്? മരപ്പുറ ചാനലിലെ അതിൽ വന്ന് സംസാരിക്കുന്നില്ലേ, ഓണറോ? ഓണർ. പക്ഷെ ആ 4 വാർത്താ വേതാളങ്ങളെക്കാൾ മാന്യനാണ് അവൻ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ച് സംസാരിക്കുന്നത്.
പലപ്പോഴും അവൻ്റെ ആർഗ്യുമെൻറ്റ്സ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഇയാൾ നല്ലൊരു ജേർണലിസ്റ്റ് ആവാനുള്ള യോഗ്യത ഉണ്ടല്ലോ കാരണം ഈ 4 ഭേദം ഈ ഉള്ളതിനേക്കാൾ ഭേദമാണ് അത് ഈ അവൻ്റെ ഒന്നും പാരമ്പര്യം വേണ്ട കോമൺ സെൻസ് ഉണ്ടായിരുന്നു. അല്ല ഈ മാധ്യമ പ്രവർത്തനം ഇവിടെ പലരും പറയുന്നുണ്ട് ഞാൻ MA ജേർണലിസമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും ഡിപ്ലോമ കോഴ്സ് 1 വർഷം ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് കയറിയ ആൾക്കാരാണ് പലതും ഉള്ളത്. ഇവരല്ലേ സൂര്യൻ കുരിശ്ശേരിയെ ഷൈൻ ടോം ചാക്ക ഒരു അമ്മ അച്ഛനാക്കുന്ന ബാച്ചുകളാണ്. മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ് പറയുന്നത്. ആ ഷൈൻ ടോം ചാക്കയും അച്ഛനും വക്കീലും എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കണം, എടാ സൂര്യ നീ അവൻ്റെ അച്ഛനാ. അല്ല അതിൽ ഈ നമ്മളിപ്പോൾ ഒരു മെഡിസിൻ പഠിക്കുകയാണെങ്കിൽ ശരി, നമുക്ക് അതിൻ്റെ മനുഷ്യ ശരീരത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ജേർണലിസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജേർണലിസം കഴിഞ്ഞ് ഓരോ വർഷവും ജേർണലിസം കഴിഞ്ഞിറങ്ങുന്നത് 10,000-കണക്കിന് പിള്ളേരാണ്. ഇപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ജേർണലിസം കഴിഞ്ഞിറങ്ങിയ പിള്ളേരാണ്. അവിടെ ചോദിക്കുന്നു എന്താണ് CV ഒക്കെ വാങ്ങിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും രാഷ്ട്രീയം എന്താണ്, ഞാൻ സാറേ ഇടതാണ്, അല്ലെങ്കിൽ സാറേ ഞാൻ പിന്നെ BJP ആണ്, പക്ഷേ ഞാൻ അതിലിതിലൊന്നുമില്ല. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അയ്യോ സാറേ അത് ഞങ്ങൾ ഇതൊന്ന് എഴുതി തന്നാൽ ഞങ്ങൾ വായിക്കാം. അതായത് നമ്മൾ എഴുതുന്ന വായിക്കാനാണ്. ഈ മഞ്ജു വാര്യരെയും ഒക്കെ ദിവ്യോണിയൊക്കെ കണ്ടുകൊണ്ട് സിനിമയിലോട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലെ ഈ സ്മൃതി പരുത്തിക്കാടിനെ അളകനന്ദയൊക്കെ കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാരാണ് ഇവർക്ക് ഒന്നും അറിയില്ല. ഒന്ന് ഔട്ട്ഡോർ പോകാൻ പറഞ്ഞാൽ പോലും വെയിൽ കൊള്ളാൻ പറ്റില്ല ആദ്യം പറയണം. ആണോ? ആ ഒന്ന് ചുക്ക് എന്ന് പറഞ്ഞുകൂടാ, ചുണ്ണാമ്പയെന്ന് പറഞ്ഞുകൂടാ, അങ്ങനെയുള്ളവരാണ്. പക്ഷേ അങ്ങനെ ഇല്ലാത്തവർ എത്രയോ പേര് മാധ്യമപ്രവർത്തകരുണ്ട്. ഒരുപാടുണ്ട്. മറ്റേ വലിയ വലിയ ആൾക്കാരെ ഞാൻ പറയുന്നത്, അല്ലാത്ത ആൾക്കാരല്ല. വലിയ അത് അന്വേഷണം നിരീക്ഷണ പാഠവും നമുക്ക് വായനശീലം അത് അവിടെയാണ് നോളജ്. പത്രം കൈ കൊണ്ട് തൊട്ട് അടുത്ത പിള്ളേരുണ്ടെന്നേ, പത്രം കൈ കൊണ്ട് പിള്ളേരുണ്ട്. ഒന്നും അറിയില്ല, ഒരു കാര്യവും അവർക്കറിയില്ല. എന്താണെന്നോ എങ്ങനെയാണെന്നോ ചുക്ക് ഏതാണെന്നോ ചുണ്ണാമ്പ് ഏതാണെന്നോ ഒരു കാര്യം അറിയാം. അതാണ് ഇതിൻ്റെ ഒരു എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായിരുന്നാലും പുതിയ സിനിമ എന്തെങ്കിലും ഒന്നും ആയിട്ടില്ല. ഫുൾ ടൈം ചിന്ത, അടുത്ത എപ്പിസോഡ് വ്യത്യസ്തമായ ഏത് കഥ ചെയ്യാം അതാണ് യൂട്യൂബിൽ. അത് മറ്റ് നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ സ്ഥിരമായ ഒരു കഥയും പറയരുത്. ഈ ബുധനാഴ്ച പറഞ്ഞ കഥ ഇനി ഒരു 10 എപ്പിസോഡ് പോയാലും ഇതുപോലുള്ളൊരു കഥ പറയരുത്. അപ്പോൾ അടുത്തത് എന്ത് ചെയ്യാം ഇങ്ങനെ ആലോചിക്കും. ഇപ്പം ഞാൻ ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ വരുന്ന വെള്ളിയാഴ്ച ശരപഞ്ചരം ഇറങ്ങുകയാണ് 4Kയിൽ. ജയൻ്റെ. അപ്പോൾ ആ ശരപഞ്ചരത്തെക്കുറിച്ച് ഹിറ്റുകളുടെ കഥ ഇന്നലെ ഞാൻ ഹരിഹര സാറിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അതിങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാക്കി ചെയ്യാമെന്ന് ഇങ്ങനെ അതാണ് എൻ്റെ ആലോചന. എന്തായാലും അത് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. ഞാൻ ശരിയായിട്ട് മുടങ്ങാതെ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു ഹരസാറിനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടേ, സാർ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ദിനേശാണ്, പറയൂ. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ശരപഞ്ചരം റിലീസാവുകയാണല്ലോ, സാറ് എങ്ങനെ ശരപഞ്ചരത്തിലേക്ക് ലോഞ്ച് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും വേണ്ട, ബാക്കിയെല്ലാം എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് ആളുടെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഞാൻ JC സാറിൻ്റെയും ഹരികുമാർ സാറിൻ്റെ കൂടിയും അസിസ്റ്റൻ്റായിരുന്നു. നിങ്ങളുടെ മുഴുവൻ പേര് വേറെ വല്ല പേരുണ്ട്? ഞാൻ പറഞ്ഞു ശാന്തിയുള്ള ദിനേശ്. പുള്ളി ഒരു ഒറ്റ ചിരിയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഭയങ്കര കഥ പറച്ചിലുകാരനാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ എല്ലാ പ്രോഗ്രാം കാണും. നിങ്ങളെന്നെ വടക്കം വീര കഥയെക്കുറിച്ച് ഹിറ്റുകളുടെ കഥ ചെയ്തില്ലേ? ഞാൻ ചെയ്തു. നിങ്ങൾ മാത്രമാണ് കേട്ടോ ഈ വടക്കം വീര കഥയ്ക്ക് ഇത്രയും അവാർഡുകൾ കിട്ടിയിട്ട് അതിൻ്റെ സംവിധായകന് ഒരു കുഞ്ഞ് അവാർഡ് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞ ഏക ആൾ നിങ്ങളാണ്. ഞാനതെന്നും ഓർക്കും. എനിക്ക് അതിശയമായി. ഞാൻ സിന്ധുവിൻ്റെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു, എടി ഹരസാറിനെ ആള് പിന്നെ എനിക്ക് കിട്ടിയ അവാർഡാണ്. കാരണം ഹരിഹരനെ പോലെ ഒരു വലിയ സംവിധായകൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വടക്കം വീര കഥയിലെ MTക്ക് അടക്കം ബോംബെ രവിക്കടക്കം എല്ലാവർക്കും അവാർഡ് കിട്ടിയിട്ടും അതിൻ്റെ സംവിധായകൻ കിട്ടാത്ത ഗതികേടായിപ്പോയി, വലിയ നഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ ഏക ആൾ നിങ്ങളെന്ന് ഹരസാർ പറഞ്ഞത്. എനിക്കത് മതിയെന്നേ. അതാണ് അത് മതി. സുമേഷിൻ്റെ ഇതിലേക്ക് അറിവിലേക്ക് പറയാം. ഒരു ദിവസം സന്ധ്യയ്ക്ക് എനിക്കൊരു ഫോൺ ഞാൻ എടുത്തു. ഹലോ, ഞാൻ ദിനേശാണ്. ആരാ? ദിനേശ്, ഞാൻ ജയചന്ദ്രനാണേ. ഞങ്ങൾക്ക് ഏത് മാതൃഭൂമി ജയചന്ദ്രൻ അടക്കം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ. എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ദിനേശ്, ഞാൻ പിന്നണി ഗായകൻ P ജയചന്ദ്രനാണ്. ഞാൻ ഉടനെ എണീറ്റ് ഫോണിൽ കസേരയിൽ ആലോചിച്ച് നോക്കൂ. 2 ദിവസം മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്ത് കണ്ടിട്ട് വിളിക്കുകയാണ്. അങ്ങേർക്ക് ഫോണില്ല, ഏത് ഈ ഇതൊന്നും കാണാവുന്ന ഫോണില്ല, മാങ്ങാണ്ടി പോലത്തെ ഫോൺ കൊണ്ടാണ് ആരോ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. P ജയചന്ദ്രൻ നമ്മളെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം. ഞാൻ പറഞ്ഞു ചേട്ടാ മഹാഭാവം കിട്ടും ചേട്ടൻ എന്നെ വിളിച്ചാൽ, ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ടല്ലോ. ഒരു പ്രശ്നമില്ല ദിനേശ്, 10-35 വർഷം നിങ്ങൾ സിനിമ എന്നിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെട്ടില്ലെങ്കിൽ ഞാനാണ് തെറ്റുകാരൻ. പുള്ളി പറയാം. ഞാൻ അല്ല, അയ്യോ ചേട്ടാ അങ്ങനെ അല്ല ചേട്ടാ എന്ന് ഞാൻ അങ്ങോട്ട്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അസറ്റ്. ഈ കമലിനെ പോലുള്ള ക്രൂരന്മാർ എന്നെ ക്രൂശിക്കുമ്പോൾ ജയചന്ദ്രനെ പോലെ ഹരൻ സാറിനെ പോലെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട്, ബാലചന്ദ്രമേനോനെ പോലെ എത്ര ബാലചന്ദ്രമേനോനെ വിളിച്ചിട്ടുണ്ട്. ദിനേശേ, ഞാൻ ഈ സെക്സിൽ ഇത്രയും അരാജകത്വമുള്ള ഒരുത്തനാണോ? എന്തൊരു ക്രൂരാണെന്നല്ലേ. 3 സ്ത്രീകളെ ഒന്നിച്ച്
കോപിക്കുന്നു എന്നൊക്കെ ഒരു സ്ത്രീ പറയാമെന്നാണ് ദിനേശിന് തോന്നുന്നുണ്ടോ ദിനേശ്? ഞാൻ പറഞ്ഞു ചേട്ടൻ ചുമ്മാ ഇരിക്കും, ഒന്നും അത് അസുഖം കഴിഞ്ഞു ഇറങ്ങിയ ആളാണ്, ചേട്ടൻ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയേണ്ടി വന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പേര് എന്നെ വിളിക്കും, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാനിത് ആസ്വദിക്കുകയാണ് സുമേഷ്. ഇല്ലല്ല, ആസ്വദിക്കണം ചേട്ടാ. ഈ പറഞ്ഞതുപോലെ എത്ര ഉയരത്തിൽ ചാടിയാലും ഇനി വരണം, സമ്മാനം വാങ്ങിക്കണമെങ്കിൽ താഴെ ഒന്നേ പറ്റൂ. അതുപോലെ തന്നെയാണ് ഞാനത് കാണുമെന്ന് നമ്മൾ ഒരു ഒറ്റ കാര്യം മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അത് നമ്മൾ അനുഭവിച്ചേ പോകും. അത് നമ്മൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ ആ നന്മ നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. തിന്മയാണെങ്കിലും അതിൻ്റെ ഫലം അനുഭവിച്ചേ നമ്മൾ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ജീവിച്ചാൽ അത്രേ ഉള്ളൂ സുമേഷ്, അത്രേ ഉള്ളൂ. എന്നാൽ നമുക്ക് നിർത്താം.